ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മുടെ ഉച്ചയൂണ് കറികളുടെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും വീഡിയോ കണ്ടു നോക്കാം നമുക്ക്. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായി ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കോക്കനട്ട് ദോശയാണ്. അപ്പം അതിനായിട്ടുള്ള മാവൊക്കെ ഞാൻ തലേദിവസം തന്നെ അരച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് പച്ചരിയും 1/2 ഗ്ലാസ് നാളികേരം, ഒരു 1/4 ഗ്ലാസ് അവിലും വെള്ളവിലും, ഒരു 1/2 സ്പൂൺ ഉലുവയാണ് എടുത്തുള്ളത്. അപ്പോൾ ആ ഒരു കണക്കിലാണ് എടുത്തുള്ളത്. അപ്പോൾ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ കാലത്ത് അതൊക്കെ നന്നായി പൊന്തി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. അപ്പോൾ അതിലേക്കുള്ള ചട്നി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നാളികേരവും വറ്റൽമുളകൊന്ന് ചുട്ടെടുത്ത വറ്റൽമുളകും ചെറിയുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ചെറിയ കഷ്ണം പുളിയും ഉപ്പും കൂടി നന്നായി അരച്ചെടുത്തുള്ളതാണ്. അപ്പോൾ അതൊന്ന് കാച്ചിയെടുക്കാനായിട്ട് ഇതേ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടൊന്ന് പൊട്ടി വന്നപ്പോൾ ഒരു കുഞ്ഞു പിടി ഉഴുന്നും കൂടി ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയിട്ട് അതൊന്ന് മൂപ്പിച്ച് ഇതേ നമ്മൾ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് താളിച്ചു കൊടുക്കണം. അപ്പം ഇനി ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതേ ദോശക്കല്ലിൽ എണ്ണയൊക്കെ പുരട്ടി നന്നായി ചൂടായി വന്നപ്പോൾ ഒരു തവി മാവ് ഒഴിച്ച് ഞാൻ പരത്തി കൊടുത്തിട്ടൊന്നുമില്ല. നന്നായി ഹോൾസൊക്കെ വരും. ഹോൾസൊക്കെ വന്നതിന് ശേഷം മൂടി വെച്ച് ചെറിയ തീയിൽ മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ നല്ലോണം ചൂടാവുമ്പോൾ മാത്രം മാവ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇങ്ങനെ അതുപോലെ ഇങ്ങനെ ചെറിയ ഹോൾസൊക്കെ നിറച്ച് വരുമ്പോൾ നമ്മൾ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചെറിയ തീയിലാക്കി മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് നമ്മുടെ കോക്കനട്ട് ദോശയും ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല കോക്കനട്ട് ദോശയും ചട്നിയും പിന്നെ ചായയും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ചക്കലത്തേക്കായിട്ട് ഞാൻ പച്ചക്കറി തന്നെയാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല ഒരു മസാലക്കറി, ഉരുളക്കിഴങ്ങും തക്കാളിയും സവാളയൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു മസാലക്കറിയും, പിന്നെ നമ്മളെ പാവയ്ക്ക നാളികേരമൊക്കെ ഇട്ട് പാവയ്ക്ക ഒന്ന് തോരൻ വെച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മൾ പാവയ്ക്ക തോരൻ വയ്ക്കാനായിട്ട് പാവയ്ക്കൊക്കെ ചെറുതാക്കി അരിഞ്ഞ് കുറച്ച് നേരം ഉപ്പും വെള്ളത്തിലിട്ട് വെച്ച് നന്നായി കഴുകി വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് വേറൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ അതേ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ 2 വറ്റൽമുളകും, പിന്നെ നമ്മൾ ഒരു ചെറിയ സവാള കട്ട് ചെയ്തെടുത്തതും, എരിവിന് ആവശ്യമുള്ള പച്ചമുളകും, കുറച്ച് കറിവേപ്പിലയിട്ട് ആദ്യം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം സവാളയും പച്ചമുളകും ഒന്ന് വാടി വരുമ്പോൾ വല്ലാണ്ട് വഴറ്റണ്ട, ഒന്ന് പച്ചമണം ഒന്ന് മാറി വന്നാൽ മതിയാവും. അപ്പോൾ സവാളയും പച്ചമുളകിൻ്റെയും പച്ചമുളകൊക്കെ ഒന്ന് മാറി ഒന്ന് വഴണ്ട് വന്നപ്പോൾ നമ്മളതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കണം. അപ്പോൾ പാവയ്ക്ക അരിഞ്ഞ് കുറച്ച് നേരം ഉപ്പും വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് നന്നായിട്ട് കഴുകി ഒട്ടും വെള്ളമില്ലാണ്ട് കൈകൊണ്ട് പിഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ തീയിലാക്കുക, മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല, നമ്മൾ ആ വെളിച്ചെണ്ണയിലാണ് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തു. പിന്നെ ഇനി വീണ്ടും നമുക്ക് മൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ പാവയ്ക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കൈപ്പിടി നാളികേരം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ തീയിലിട്ട് ഇളക്കി ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ തുറന്നു വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക. ചെറിയ തീയിൽ ഇളക്കിയെടുത്തതിന് ശേഷം 1-2 സെക്കൻഡ് ഒന്ന് മൂടി വെച്ചു. അപ്പോൾ നമ്മുടെ പാവയ്ക്ക തോരനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേറെ കറി ഒന്നുമില്ലെങ്കിലും ഈ പാവയ്ക്ക തോരനും കുറച്ച് തൈരും മാത്രം മതി നമുക്ക് ഒരു ചോറ് കഴിക്കാനായിട്ട് കേട്ടോ. ഇത് നമ്മളൊരു ഒഴിച്ചുകറി കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതേ നമ്മളൊരു മസാലക്കറിന് ഉണ്ടാക്കുന്നത്. അപ്പം അതിനായിട്ട് കുറച്ച് നാളികേരം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് 2-3 കൈപ്പിടി നാളികേരം, പിന്നെ 2 ചെറിയുള്ളി, 2 വെളുത്തുള്ളി, 1 സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു കുഞ്ഞി പിടുത്തം കുരുമുളക്, പിന്നെ 2 ചെറിയ കഷ്ണം പട്ട, 3-4 ഇതുള്ളത് കറിവേപ്പില ഉണ്ടാവും. അപ്പം അതും കൂടി ഇട്ട് ചെറിയ തീയിലൊന്ന് നമ്മളിതൊന്ന് വറുത്തെടുക്കണം. അപ്പം ചെറിയ തീയിൽ ഒട്ടും കരിഞ്ഞു പോവാതെ നമ്മളിതൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ നാളികേരമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ദേ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അപ്പം ഇത്രയാണ് ചേർത്തുള്ളത്. അപ്പം അത് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഞാൻ പൊടികൾ ചേർത്തിട്ട് പിന്നെ ഒന്നും കൂടി ഓണാക്കിയിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ആ പൊടികളൊന്ന് മൂപ്പിച്ചെടുത്തു. അപ്പോൾ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ഒട്ടും വെള്ളമില്ലാണ്ട് ഇത് നമ്മൾ അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഒട്ടും വെള്ളമില്ലാണ്ട് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒന്നൊഴിച്ച് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. നമ്മൾ ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 2-3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു 2-3 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇത്രയിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ടൊന്ന് മൂത്ത് നല്ലൊരു മണമൊക്കെ വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ചെറിയ തക്കാളി കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് തക്കാളി ഇട്ടിട്ട് നന്നായി വഴണ്ടി വന്നപ്പോൾ നമ്മൾ അരച്ച് വെച്ച അരപ്പ്, ഒട്ടും വെള്ളമില്ലാണ്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി അതൊന്ന് തിളച്ച് ഒന്ന് എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള സവാളയും ഉരുളൻകിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു വലിയ ഉരുളൻകിഴങ്ങും 2 മീഡിയം സൈസുള്ള സവാളയാണ് എടുത്തുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1-2 മിനിറ്റ് ഇതൊന്ന് ചെറിയ തീയിൽ മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ തീയിലൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ അത് 1-2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം മൂടി തുറന്ന് പിന്നെ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ചുറ്റിച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെക്കാൻ ആവശ്യമുള്ള നമ്മളെ ചാറിന് ആവശ്യമുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു.
ഈ സമയത്ത് തന്നെ ഒരു നുള്ള് ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നുള്ള് അതിലേക്ക് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതേ തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചു, പിന്നെ ലോ ഫ്ലെയിമിലാക്കി വേവിച്ചെടുത്തുള്ളതാണ്. അപ്പം ചാറൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു മസാലക്കറിയാണ് കേട്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചയൂണ് കറികൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.